ഏറ്റവും ആദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, നാട്ടുകാരെ, നമുക്കറിയാം എന്തിനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ആവശ്യകത. ദീർഘകാലം നമ്മുടെ മദ്രസയ്ക്ക് വണ്ടിയിൽ നിന്നും നേതൃത്വം നൽകി 30 വർഷത്തോളം നമുക്ക് നേതൃത്വം നൽകിയിരുന്ന എല്ലാത്തിനും ഓടിപ്പാഞ്ഞ് ഇന്നിപ്പോൾ നമ്മുടെ സദസ്സ് കാണുമ്പോൾ തന്നെ എന്തോ ഒരു കുറവ് തോന്നും. കാരണം അത് ഹാജിയാരുടെ കുറവാണ്. അങ്ങനെ എല്ലാത്തിനും മുൻപന്തിയിലുണ്ടായിരുന്ന നമ്മുടെ പ്രിയങ്കരനായ അലവി ഹാജി നമ്മുടെ ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു വലിയ അനുസ്മരണ സമ്മേളനം തന്നെ നടത്താൻ ബാധ്യസ്ഥരാണ്. അത്രയ്ക്കും കടമപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മദ്രസയുമായും നമ്മുടെ സംഘടനയുമായും എല്ലാ മേഖലയിലും നിറഞ്ഞു നിന്നിരുന്ന ഒരു മഹാവ്യക്തിത്വമായിരുന്നു. പക്ഷേ സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് നമുക്ക് ചെറിയ ഒരുമിച്ച് കൂടൽ എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹുത്തആല കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിൻ്റെ പെരിയതിൻ്റെയും എല്ലാത്തിനും പ്രഭാവം അദ്ദേഹത്തിൻ്റെ ഹവറത്തിലേക്ക് അല്ലാഹുത്തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. എനിക്ക് ഒരു 12 വർഷത്തെ പരിചയമുള്ളെങ്കിൽ ഇവിടെ ജീവിതകാലം മുഴുവൻ പരിചയമുള്ളവരുണ്ട്. ഒരുപാട് വർഷം ഹാജിയരുമായി ബന്ധപ്പെട്ടവരുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ പറയുവാനുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞങ്ങളെപ്പോഴും ദുആ ചെയ്യുന്നൊരു ദുആയാണ്, കുറച്ച് ഞങ്ങളെ ആക്ടിവത്ത് നന്നാക്കി തരണമായിരുന്നു. ഹാജിയാരെ സംബന്ധിച്ച് ആക്ടിവത്ത് നന്നായ ഒരു മരണമായിരുന്നു മനസ്സിലാക്കാൻ കഴിയും. കാരണം മരിക്കുന്ന സമയത്ത് മദ്രസയുടെ സെക്രട്ടറി, മുസ്ലിം ജമാഅത്തിൽ കാര്യമായ നേതൃത്വം, SMA, പള്ളി, അങ്ങനെ എല്ലാ ഇസ്ലാമികപരമായ കാര്യത്തിലും ഉമ്മത്തിലുണ്ടായി മരിക്കുക, അതിനെ ആക്ടിവത്ത് നന്നായി മരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടായിരുന്നു അതിലെല്ലാത്തിനും പഴക്കത്തുകൊണ്ടായിരുന്നു നല്ലൊരു ദിവസം ഹാജിയെ നമ്മൾ ഇവിടെ പറഞ്ഞുപോയി. വെള്ളിയാഴ്ച രാവും നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം നൽകുന്ന വലിയൊരു സന്ദേശമാണ്. നമുക്കറിയാം, പല തിരക്കുകളുമുള്ളവരാണ് നമ്മളൊക്കെ. ഹാജിയെ സംബന്ധിച്ച് തുടക്കത്തിൽ കുറച്ച് മുമ്പൊക്കെ തിരക്കിട്ടൊരു ജീവിതമായിരുന്നു. പക്ഷെ ആ സമയത്തും ദീനിൻ്റെ നേതൃത്വം മാറി നിന്നിട്ടില്ല. എന്ത് തിരക്കാണെങ്കിലും ഏത് മദ്രസിൻ്റെ കാര്യത്തിൽ, സംഘടന കാര്യത്തിൽ, പള്ളിൻ്റെ കാര്യത്തിൽ എല്ലാത്തിനും മുമ്പന്തിയുണ്ടായിരുന്നു. എനിക്കൊരു കഴിവില്ല, എനിക്ക് ആ തിരക്കുണ്ട്, എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം ഹാജിയെ സംബന്ധിച്ചില്ല. അത് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. ഏത് കാര്യത്തിനും എന്ത് തിരക്കുണ്ടെങ്കിലും ദീനിയായ കാര്യങ്ങൾക്ക് മുമ്പന്തിയിൽ ഉണ്ടാവുക എന്നുള്ളത് ഹാജിയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശമാണ്. അത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താനും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുന്നു. നമുക്ക് ഈ യോഗം നമുക്ക് നിയന്ത്രിക്കുന്നത് നമ്മുടെ അധ്യക്ഷൻ കൂടിയായ, നമ്മുടെ പ്രസിഡന്റ് കൂടിയായ സുജാത് മാഷാണ്. അദ്ദേഹത്തെ ഈ സദസ്സിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും നമ്മുടെ എല്ലാത്തിനും മുകളിൽ ഉണ്ടാകുന്ന നമ്മുടെ വാഹിദ് ഹസൻ അവരാണ്. അദ്ദേഹത്തെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തു. എല്ലാവരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്ത് അധ്യക്ഷനെ ഈ സദസ്സിനെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ക്ഷണിച്ച് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ നമുക്ക് ദുആ ചെയ്യുന്നതിന് വേണ്ടി തങ്ങൾ അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സയ്യിദ് ഹൈദർസി തങ്ങൾ അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാഫി സഖാഫി നമുക്ക് പ്രഭാഷണം നടത്താൻ വേണ്ടി, അനുസ്മരണ പ്രഭാഷണം ആചാരമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. മദ്രസുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമുക്കൊരു PG എക്സാം ഉണ്ട് ഈ സമയത്ത് 7 മണിക്ക്, അതുകൊണ്ട് എത്താൻ കഴിയില്ല എന്ന് വരെ പറഞ്ഞു. PG എക്സാം ഉണ്ടായതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞതാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നവർക്ക് നമുക്ക് പറഞ്ഞു. എന്നാൽ തങ്ങളവിടെ അല്പസമയത്തിന് ശേഷം കൂടെ എത്തും. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ
മാഷവരുകൾ ആദ്യമൊക്കെ ക്ഷണിക്കുന്നു. മാഷകളുടെ അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ അനുസ്മരണം ഉണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട നമ്മളിവിടെ മേലിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ആവശ്യം പറഞ്ഞതിന് കാര്യമില്ല. വളരെ വേദനാജനകമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മളത് കടന്നു പോകുന്നത്. നമ്മുടെ മദ്രസയുടെ എല്ലാമായിരുന്ന സെക്രട്ടറി, അതേപോലെ കൃഷ്ണമ്മയുടെ നല്ലൊരു പ്രവർത്തകൻ, മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകൻ, അതേപോലെ SPS-ൻ്റെ പൂർവ്വകാല ആദ്യം മുതലേ SPS സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ എല്ലാ കൂടിയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഒരു പോരായ്മകൾ വരാറില്ല. സാധാരണ ഒരു കാര്യങ്ങളൊക്കെ ഒന്നും കാര്യങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ഇതിലൊക്കെ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും. പക്ഷെ അലവിയാജിയെ സംബന്ധിച്ചിടത്തോളം എത്ര പരിപാടികളുണ്ടായാൽ അതൊന്നും പ്രശ്നമായി അതിനോട് എല്ലാ സ്ഥലത്തും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. അതിലൊന്നും ഒരു വീഴ്ചയും വരുത്താറില്ല. അത് എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അദ്ദേഹം ആദ്യം ഇവിടെ കൂട്ടാളികളെ പള്ളിയിൽ ഒരു ഇമാമത്തിൻ്റെ പഠിക്കുന്നുണ്ട്. കൂട്ടാളികളെ പഠിച്ചു പോയാൽ പള്ളി, വിമാനത്താവളത്തിലേക്ക് പോയാൽ പള്ളി. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്താണ് അബ്ദുൽ ഹുസൈനെ ശേഷം മുഹമ്മദ് ഹുസൈനെ വന്നിട്ട് ഇവിടെ ഒരു കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു അബ്ദുൽ ഹുസൈൻ പോയതിന് ശേഷം പിന്നെ 8 വർഷത്തോളം ശേഷം അദ്ദേഹം പോയത്. അപ്പം അന്നൊക്കെ അലിഗാജി ഈ മദ്രസയിലേക്ക് ഒഴിവ് വന്നാൽ വളരെ പെട്ടെന്ന് ആളെ ഫില്ല് ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ വേഗം ചെയ്യുകയും നല്ല നല്ല ആൾക്കാരെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതേ ഒരു കാര്യം ഒരു സെക്രട്ടറിയാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം ഞമ്മളൊന്നുമാരും കാരണം മതപരമായ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് അത് എങ്ങനെ പഠിപ്പിക്കുന്നു, എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതൊക്കെ നോക്കാനും അത് മനസ്സിലാക്കാനും പോരായ്മകളൊക്കെ പറഞ്ഞു കൊടുക്കാനും കഴിയും. പക്ഷേ മറ്റൊരു സാധനം നമ്മളൊക്കെ പരമായി വഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേണ്ടത്ര ദീനിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ട് അതേമാതിരി അദ്ദേഹത്തിന് ദീനമായി കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതൊരു വലിയ നഷ്ടമാണ് മദ്രസയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അദ്ദേഹം സെക്രട്ടറിയാണെങ്കിൽ ഒരു കണക്കിൽ കൂട്ടലും പൈസ ഇതാക്കലും മാത്രമല്ല മദ്രസയുടെ പോരായ്മകൾ, അധ്യാപനത്തിൻ്റെ പോരായ്മ, കുട്ടികളുടെ പോരായ്മ ഒക്കെ ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കി അതിന് നിർദ്ദേശങ്ങൾ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം നൽകുകയും ചെയ്യാറുണ്ട്. അതുപോലെ കമ്മിറ്റി യോഗത്തിലും തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ നിർബന്ധമായിരുന്നു. ഏതായാലും അള്ളാഹുവിൻ്റെ അലംഘനീയമായ നിയമത്തിന് മുന്നിൽ നമ്മളൊക്കെ കീഴടങ്ങും. മരണം ആരെയും കാത്തു നിൽക്കില്ല. ഇന്നത്തെ നാളെ നമ്മളും ഇതേ അനുഭവം നമുക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ എല്ലാവർക്കും ഉറപ്പാണ്. എല്ലാവർക്കും ഈ മരണം എന്ന ഇതിൽ ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എല്ലാവരും മരിച്ചു പോകും. ഒരാൾ നേരത്തെ ആവും, ഒരാൾക്ക് ഒരു വഴിയാവുന്നുള്ളൂ. നമ്മളൊക്കെ ഇപ്പം ഇതിന് നേരത്തെ എത്താൻ പോവുകയാണെങ്കിൽ അവസാനം ആരാ പോകുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ നിയമമാണ്. അപ്പോൾ ആ നിയമത്തിൽ നമ്മൾ നമ്മൾ ഒരുങ്ങിയിരിക്കുക. നമ്മളിത് മരിക്കും എന്നുള്ള ആദ്യം നമ്മൾ ഉറപ്പാണ്. പിന്നെ അതിന് ഒഴിവാകാൻ യാതൊരു മാർഗവുമില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി എന്താണ് നല്ല കാര്യങ്ങൾ ചെയ്ത് ഈ പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകി ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്രകാരം ജീവിച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ സഹകരിച്ച് എല്ലാവർക്കും ഇങ്ങനെ ഒത്തൊരുമയോട് കൂടി മുന്നോട്ട് പോയി ഒരു ജീവിതചര്യതന്നെ നമ്മളൊരു മുസ്ലിമായി ജീവിക്കാൻ തന്നെ ശ്രദ്ധിക്കാൻ ആഗ്രഹിച്ചില്ല. നമ്മളെ മക്കളൊക്കെ സ്ത്രീകളായി കുട്ടികളായി ജീവിക്കണമെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യണം? ഇസ്ലാമിക പരിപൂർണതയോട് കൂടി നമ്മളൊക്കെ ജീവിച്ചെങ്കിൽ നമ്മുടെ കുട്ടികൾ അതുമായി ജീവിക്കുള്ളൂ. നമ്മുടെ കുട്ടികളോടൊക്കെ നമ്മൾ നിസ്കരിച്ചോളി ഒരു സൗകര്യത്തിന് കാര്യമില്ല. നമ്മൾ നിസ്കരിച്ചാൽ കുട്ടികളെ നിസ്കരിക്കും. അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളെന്ത് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ അധ്യാപകരോടും രക്ഷിതാക്കളോടൊക്കെ പറയുന്നത് നമ്മളൊക്കെ അവർക്കൊരു മാതൃകയാണ് കുട്ടികൾക്ക്. എല്ലാ കുട്ടികൾ രക്ഷിതാക്കന്മാർ പറഞ്ഞതിനെക്കാട്ടും കേൾക്കില്ല അധ്യാപകർ പറയുന്നതാണ്. അധ്യാപകർ പറയുന്നതനുസരിച്ച് അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഹെൽമെറ്റ് വെക്കുക എന്ന വിഷയം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഹെൽമെറ്റ് വെച്ച് പോകണം. അധ്യാപകർ ക്ലാസ്സിൽ ഹെൽമെറ്റൊന്നും ഇല്ലാണ്ട് കാര്യം നിൽക്കാണ്ട് ഹെൽമെറ്റ് വെക്കാനുള്ള കാര്യമില്ല. ആദ്യം നമ്മൾ താല്പര്യം തോന്നും. അതേപോലെ മാസ്ക്, അത് നമ്മളൊക്കെ ജീവിത പ്രശ്നമാണിത്.
എല്ലാവർക്കും നമ്മൾ മരിക്കാനുള്ളതിരിക്കാൻ നമ്മളൊക്കെ നമ്മൾ മരണം മരിക്കും ഇത് വെക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മരിക്കാൻ നമ്മൾ അവരെ അടുത്ത വീട്ടുകാരായിട്ട് മരിക്കുക എന്നുള്ളൊരു ചിന്താഗതിയാണ് എല്ലാവർക്കും ഉള്ളത്. നമ്മളെ മരണം നമ്മൾ കാണുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതം നിലനിർത്തുന്ന തന്നെ പ്രധാന സാധനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാവിയിലാണ് അതിനെ പറ്റിയൊക്കെ പരീക്ഷണം നടത്തുന്നത്. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുമ്പോൾ നമ്മളെ തന്നെ നോക്കിയാൽ വളരെ കുറച്ച് ആളുകളുടെ ഉണ്ടായി കുറ്റപ്പറയുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞാണെങ്കിൽ കടന്നുപോയെന്നുള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ എന്താണ് ചെറിയ കുട്ടികളെ പഠിച്ചു കൊടുക്കും പലരിൽ ഇറങ്ങുമ്പോൾ പാപ്പ മാസ്ക് വെച്ചിട്ടോ എന്തൊക്കെ കുട്ടികൾക്ക് നോക്കുക. അപ്പോൾ അവർക്കോട് ഏൽപ്പിച്ചെടുക്കാൻ പഠിക്കും. ഇറങ്ങും അതാണ് കൊണ്ടുവച്ച് വെക്കുക. അതേമാതിരി ഉസ്താദ് വരാൻ നേരത്തെ ഉസ്താദിൽ നിന്നും ചില കാര്യങ്ങൾ ഉസ്താദോട് ചോദിക്കുക. എല്ലാ ഉസ്താദെ ചോദ്യം ചെയ്യപ്പെട്ട കുട്ടികളാണിപ്പോൾ ചോദിക്കുന്നുണ്ട്. ചോദിക്കാനല്ല ഉദ്ദേശിച്ചത്, ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ അടുത്ത ഒന്ന് സമയം കൊണ്ട് ചെറിയൊരു കാര്യം പറഞ്ഞു തന്നെ. നമ്മളാദ്യം എന്ത് ചെയ്യണം? നമ്മളെ ഈ നിയമങ്ങളെ കുറിച്ച് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്, സ്വീകരിക്കുക വേണം. അതേപോലെ കൃത്യനിഷ്ഠ എല്ലാ കാര്യത്തിലും എല്ലാവർക്കും വേണം. കമ്മിറ്റിക്കാരുടെ ഏറ്റെടുത്ത് മനസ്സിനെ നടത്തി നമ്മളുടെ മാത്രമല്ല ഇതിൻ്റെ കാര്യങ്ങൾ ഈ പ്രദേശത്തുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ പോരായ്മകളും നേരിടാനുള്ള ഉത്തരവാദിത്വം ഈ കമ്മിറ്റിക്കുണ്ട്. കാരണം എല്ലാവരും വോട്ട് ചെയ്യപ്പെടുന്ന കൂടുതൽ കമ്മിറ്റിക്കാരെയും പ്രത്യേകിച്ച് ചോദ്യം ചെയ്യപ്പെടും. കാരണം ഒരാ കമ്മിറ്റിൻ്റെ പണി ഏറ്റെടുത്തതിന് ശേഷം എന്ത് ചെയ്തു, എന്തെല്ലാം പോരായ്മകളൊക്കെ ചോദ്യം ചെയ്ത് അവർക്കും ഒഴിവാവില്ല. അതേപോലെ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഈ എന്ത് ചെയ്യുക, മാതൃകാപരമായ ജീവിതവും രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ കുട്ടികളിൽ കാണിച്ചു. അപ്പോൾ അഞ്ചാഴ്ച നോക്കുകയാണെങ്കിൽ ഞാനൊക്കെ പൊതുവെ തല മറക്കാൻ ഞാൻ പഠിക്കാറുണ്ട്. ഞാനൊക്കെ ഉണ്ടായാലും ഒരു അഞ്ചാഴ്ച ഒന്നിയൊക്കെ ഇട്ടിട്ട് എവിടേക്ക് പോവുകയാണെങ്കിലും നമുക്ക് മലപ്പുറത്തിങ്ങനെ ഒരു കളക്ടറേറ്റിൽ പുസ്തകം നടത്തുന്നത് കല്ലിപ്പോടി സംബന്ധമായി. അപ്പോൾ അതിലൊക്കെ പോയപ്പോൾ അഞ്ചാഴ്ചയാണ് പ്രത്യേകിച്ചു. ഞാൻ മാറി ശ്രദ്ധിച്ചിട്ട് മുമ്പരാമറ്റ കളക്ടർ മറ്റുള്ള ആദ്യമോ മറ്റേ ആളുകൾക്കുള്ള സ്റ്റേജായിരുന്നു. നമുക്ക് വളരെ ഗംഭീരമായ പുസ്തകം നടത്തി കഴിയുമ്പോൾ അനുഭവമുണ്ട്. അപ്പോൾ അതേപോലെ ആ മാതൃകാപരമായിട്ടുള്ള ജീവിതം. അപ്പം നമ്മൾ എന്താണ് തല വളർത്തി വന്നാൽ കുറവാണ്. ഓഫീസിൽ ചെന്നാൽ ചെയ്ത് കുട്ടികളൊക്കെ കണ്ട് തോന്നുകയാണ്. ഈ ലഭിക്കാരും അതേപോലെ ഈ തിരിക്കറ്റൊക്കെ കുട്ടിക്കിട്ടും ഒരു കാര്യം നടന്നിട്ടുണ്ട്. ഒരാൾക്ക് ഇവിടെ തലയിൽ കിട്ടിയിട്ട് തിരിച്ചറിയാൻ പറ്റും. അതുണ്ടാവില്ല. നമ്മൾ ശരിക്കും നടക്കേണ്ട മാതിരി നടന്നാൽ നമുക്കൊരു പോരായ്മ ഉപയോഗിക്കുന്നത്. ഏതായാലും ഞാൻ പറഞ്ഞ വിഷയം മാറിപ്പോവുകയാണ്. ഏതായാലും നമ്മുടെ അനുയായിയെ സംബന്ധിച്ചിടത്തോളം ആ നഷ്ടം നമുക്ക് ഒരിക്കലും നേടാൻ കഴിയില്ല. കാരണം ഒരു മനുഷ്യനെ നമ്മളൊക്കെ പഠിച്ചിട്ട് ഓരോരുത്തരെ കൊണ്ട് ഓരോ കാര്യങ്ങളുണ്ട്. പലർക്കും പല രൂപത്തിലായിരിക്കും സഹായങ്ങൾ ചെയ്ത് വരുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അനുയായിക്ക് ചെയ്യാൻ കഴിയുന്ന ആ കഴിവ് നമുക്കാർക്കും ഉണ്ടായിക്കൊള്ളില്ല. അതായത് ചെറിയ പോരായ്മകൾ ഉണ്ടായി വരും. പോരായ്മകളൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ നമ്മൾ നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. വിമർശനങ്ങൾ കേൾക്കണം. സാധാരണ ഇല്ലാത്തൊരു പണി എന്താണ് കമ്മിറ്റിക്കാർക്കൊക്കെ അതേപറ്റി കുറ്റമാണെന്ന് നിരീക്ഷണമൊക്കെ സർക്കാരിൻ്റെ കുറ്റപ്പെടുന്ന വെച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. മുപ്പത് ചെയ്ത് അതേപോലെ തിരിച്ചിങ്ങനെയാണ് പണി ചെയ്തുകൊണ്ടിരിക്കുകയും അതാണ് ഞാൻ തന്നെ മൊബൈൽ കണ്ട ഏറ്റവും വലിയൊരു ഞാൻ 1991 ഈ കമ്മിറ്റിയോട് ഉണ്ടാക്കിയപ്പോൾ 2 വിഭാഗത്തിന് ശേഷം 91 മുതൽ 2021 വരെ അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്ത് നൽകിയിരുന്നു. അതേ സ്ഥാനത്ത് മാറ്റം ചേർന്നുകൊണ്ട് ഞാൻ അതിൻ്റെ 10 കൊല്ലം മുമ്പോട്ട് പോകുന്നത്. 10 കൊല്ലത്തിൻ്റെ മുമ്പ് എന്തായാലും കഴിക്കും. അപ്പോൾ ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ പ്രദേശത്തെ ഈ സ്ഥാപനത്തിൻ്റെ ഭാവി പ്രവർത്തനം ഭാവി കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. അതിന് എല്ലാവരും ശ്രദ്ധ വേണം. നമ്മൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ആളുകളിങ്ങനെ മാറിപ്പോകുന്നതല്ലാതെ സ്ഥാപനമെന്നോ മാറുന്നു. ഇതൊക്കെ നടന്നു പോകണം. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഐക്യത്തോടു കൂടി ഒറ്റക്കെട്ടായി ആ വിടവ് നികത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ എല്ലാ രക്ഷിതാക്കളും തയ്യാറാകണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഈ യോഗത്തിൻ്റെ മഹത്തായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി വാഹിദ് ഐക്യനെ ക്ഷണിച്ചുകൊണ്ട് ഇതാണ്. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أفضل المرسلين وآل كل وصحابة أجمعين. സ്നേഹധന്യനായ പണ്ഡിതന്മാരെ, എൻ്റെ പ്രിയപ്പെട്ടവരും ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിൻ്റെ
രക്ഷാധികാരി കൂടിയാണ് ഉഫോ മാസ്റ്റർ അവர்கள். ഈ സ്ഥാപനത്തിൻ്റെയും മറ്റുമൊക്കെ സഹകാരികളായ നല്ലവരായ സ്നേഹിതന്മാർ, ബഹുമാനപ്പെട്ട നാം അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന നിസ്വാർത്ഥനായ ഒരു കർമ്മയോഗി അലവി ഹാജി നമ്മിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്. അലവി ഹാജിയെ നമ്മൾ അനുഭവിച്ചറിഞ്ഞവരായിരുന്നു. വീണ്ടും എന്തിന് അനുസ്മരിക്കണം, പറയണം എന്ന് നമുക്കാർക്കും തോന്നുന്നില്ല. കാരണം ദിക്റു സ്വാലിഹീന കഫാറത്ത്, സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുക എന്നത് നമ്മുടെ ദോഷം പൊറുക്കാൻ ഒരു നിമിത്തമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ നന്മകൾ എടുത്തു പറയുകയും അത് കാരണം അതുമൂലം നമുക്ക് നേടിയെടുക്കാനാവുന്ന നന്മകളെ നേടിയെടുക്കുകയും ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിലൂടെ ഒരു ജനാസ കൊണ്ടുപോയി. ആളുകളെല്ലാം ആ ജനാസയെ കുറിച്ച് പറഞ്ഞു. അയാൾ ഇന്നാലിന്നത് ചെയ്ത ആളാണ്, മോശപ്പെട്ട ഔസാഫുകളാണ്, മോശപ്പെട്ട വിശേഷണങ്ങളാണ് ആ മനുഷ്യരെ കുറിച്ച് ജനങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വജബ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. വീണ്ടും മറ്റൊരു ജനാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയി. അപ്പോൾ ജനങ്ങളെല്ലാം ആ ജനാസയെ കുറിച്ച്, മയ്യത്തിനെ കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. ആ പറഞ്ഞ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് വജബത്ത്, രണ്ടിലും പറഞ്ഞത് ഒരേ പ്രതികരണമായപ്പോ സ്വഹാബത്തിൽ സംശയം വന്നു. സ്വഹാബത്തിൽ നിങ്ങൾ രണ്ട് ജനാസകൾ കൊണ്ടുപോയപ്പോഴും വജബത്ത് എന്നാണല്ലോ പറഞ്ഞത്, എന്താണ് അതിന് കാരണം? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തൻ്റെ അനുയായികൾ ഒരാളെക്കുറിച്ച് അയാളുടെ മരണശേഷം പറയുന്നത് എന്താണോ അതായിരിക്കും അയാൾക്ക് അല്ലാഹു നൽകുന്നത്. ചുരുക്കി പറഞ്ഞാൽ മുഅ്മിനീങ്ങളുടെ നാവുകളിൽ നിന്ന് നിർഗളിക്കുന്ന, അവരുടെ നാവുകളിൽ നിന്ന് വരുന്ന വാക്കുകളായിരിക്കും, മരണശേഷം വരുന്ന വാക്കുകളായിരിക്കും ആ മനുഷ്യൻ്റെ ശിഷ്ടകാലം, നമുക്ക് അയാളുടെ ശിഷ്ടകാല വിജയവും പരാജയവും മനസ്സിലാക്കാനുള്ള അടയാളമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അനുസ്മരണത്തിൻ്റെ അനിവാര്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കണം. അലവി ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ ഇവിടെ പഠിക്കുമ്പോഴും പഠിച്ച് ചെറിയ ഖിദ്മകൾ, സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു പ്രചോദനം, കാര്യമായ പ്രചോദനം തന്ന ആളായിരുന്നു അലവി ഹാജി. ഞാൻ എന്നെക്കുറിച്ച് പറയുക എന്നതല്ല, മറിച്ച് നമ്മുടെ മദ്രസയിൽ റമദാനിൽ നടക്കുന്ന ക്ലാസ്സുകൾ, ആ ക്ലാസ്സുകൾ
അത് ബഹുമാനപ്പെട്ട ഷാഫി റക്കാബി ഉസ്താദ് വളരെ ക്ലാസ് എടുത്ത് ഫേമസായി വലിയ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് ക്ലാസുകൾ എടുപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വരേണ്ടത് അനിവാര്യമായിരുന്നു. പക്ഷേ വളരെ അത്യാവശ്യമായ ഒരു സംഗതി ഉള്ളതുകൊണ്ട് വരാൻ പറ്റാതെ പോയതാണ്. ഉസ്താദ് ആഫിയത്തുള്ളത് കാഴ്ച നൽകുമാറാവട്ടെ. അങ്ങനെ തുടങ്ങിയ ആ മദ്രസയിലെ റമദാനിലെ ഒരു പഠനവേദി എന്നത് അല്ലെങ്കിൽ അത് വല്ലാതെ ശ്രദ്ധിക്കുമായിരുന്നു. റമദാനാകുന്നതിൻ്റെ കുറേ മുമ്പ് തന്നെ വിളിച്ചിട്ട് നമ്മളെ മനസ്സിലൊന്നും ഇങ്ങനത്തെ ഒരു ചിന്ത കടക്കുന്നതിന് മുമ്പ് തന്നെ പറയും, വാഹിദ് നിങ്ങൾ ഇത്ര ദിവസം ക്ലാസ് എടുക്കണം, ഒരു 5 ക്ലാസ്സുകൾ എടുക്കണം. നമ്മളെന്ത് പറഞ്ഞൊഴിവായാലും ക്ലാസ്സിൻ്റെ തലേന്നെങ്കിലും അത് ഉറപ്പിച്ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷത്തിലും എനിക്ക് അനുഭവമാണ്. ഒന്നും പറയാൻ ഒരു വേദിയുടെ മുമ്പിലേക്ക് വരാൻ ധൈര്യമില്ലാത്ത എന്നെപ്പോലെയുള്ളവരെ വേദിയിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് മൈക്കിന് മുമ്പിൽ നിർത്തിയിട്ട് ഈ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ പറയാനൊരു അവസരം ഉണ്ടാക്കി തന്നത്, സുന്നത്ത് ജമാഅത്തിന്റെ ഉമൂറുകൾക്ക് കാര്യങ്ങൾക്ക് അത് തുറന്നു പറയാനുള്ള ഒരു വേദി നമുക്ക് സൃഷ്ടിച്ചു തന്നത് എൻ്റെ പ്രിയപ്പെട്ട കാരണവർ നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ആയിരുന്ന ലബിഹാജിയാണ്. കഴിഞ്ഞ റമദാനിൽ അലക്കുട്ടിക്കാർക്കറിയാം, കഴിഞ്ഞ റമദാൻ കോവിഡിലാണല്ലോ. നമ്മൾ കോവിഡ് ഒരല്പം ശമനം കിട്ടിയപ്പോൾ പല സ്ഥലങ്ങളിലും നിസ്കാരങ്ങളും ക്ലാസ്സുകളും ഒക്കെ നമ്മൾ തുടങ്ങി. പക്ഷേ എവിടെയും വ്യവസ്ഥാപിതമായ രൂപത്തിലില്ല. അലവിയാജ് വെച്ചിട്ട് കൊണ്ടുപോയത് കഴുകൂടെ എന്തായിരുന്നു വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും കുടുംബത്ത് ക്ലാസ് ഇട്ടിട്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഒന്ന് തുടങ്ങാൻ എന്തായാലും വരണം. അങ്ങനെ അലവിയാജിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ കുടുംബത്ത് തുടങ്ങുന്ന ക്ലാസ് ഒരു ദിവസം പിന്നിലേക്ക് മാറ്റി അങ്ങനെ കൈകൂടെ തുടങ്ങാം, ഒന്നില്ലാതെ തുടങ്ങാൻ നിർത്തിയിട്ട് അങ്ങനെ പോയി. ചെന്നപ്പോൾ അവിടെ 4 or 5 ആണുങ്ങളുണ്ട്, വളരെ കുറച്ച് സ്ത്രീകളുണ്ട്. പക്ഷെ ആദ്യം എപ്പോഴോ ഒന്നാണ് അവിടെ ഈ മനസ്സിലൊട്ടലും കൊടിയിട്ടലും. ആര് നാട്ടിലെ ഒരു കാര്യപ്പെട്ട കാരണവർ ഒരു ചെറിയ സ്ഥാപനത്തിൻ്റെ അവിടെ ആരില്ല ആ സമയത്തുള്ളത് ഇവർക്കറിയാം. ആകെ 3 or 4 or 5 ആണുങ്ങൾ, ഇതിനപ്പുറത്തൊരു മനുഷ്യരില്ല. എന്നിട്ട് എന്നാലുണ്ടോ ക്ലാസ് നടത്തുന്ന ആളാണെന്നുള്ളവർക്ക് മൂല്യരാണ് പ്രസംഗിക്കാൻ തുടങ്ങിയ പുറത്തേക്ക് പോകുന്നുണ്ടോ? ഇല്ല. ഒരു വിദ്യാർത്ഥിയായ എൻ്റെ മുമ്പിൽ ഒരു പഠിതാവായിരുന്നുകൊണ്ട് എല്ലാ നിലക്കും പ്രചോദനം തരിക എന്നത് ഹാജിയാരുടെ ഒരു ജീവിത സ്വഭാവമായിരുന്നു. പലപ്പോഴും ഫുർമാശയുടെ അനുസ്മരിച്ച കൂട്ടത്തിൽ പറഞ്ഞല്ലോ, വിമർശനങ്ങൾ അദ്ദേഹത്തിനൊരു പ്രശ്നമല്ല. വളരെ വളരെ 300 വട്ടം സത്യമാണ് ഹാജിയാരുടെ ജീവിതത്തിലത്. കാരണം ഇവിടെ ഈ പേര് നിങ്ങൾക്ക് വായിച്ചാലറിയാം, ലജ്നത്ത് ഹിമായത്ത് സുന്ന ബഹുമാനപ്പെട്ട പാപ്പുട്ടി ഉസ്താദ് അവരുടെ വഫാത്തിന് തൊട്ട് മുമ്പ് അല്ലേ, അവർ മരിക്കുന്നതിന് അല്പം മുമ്പാണ് നമ്മൾ ഈ സംഘടന എന്ന നിലയ്ക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. സുന്നത്തിനെ സംരക്ഷിക്കുന്ന ഒരു സംഘടന. പൂർവ്വ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഒരു പേര് വേണ്ടതെന്ന് കിട്ടതാണ്. അങ്ങനെ ഈ സംഘടന നിലവിൽ വന്നപ്പോൾ അതിന് എല്ലാ നിലക്കുള്ള പിന്തുണയും നൽകി നമ്മളെ വിദ്യാർത്ഥികളെ മദ്രസയുമായി പൂർവ്വ വിദ്യാർത്ഥികളെ അടുപ്പിക്കുക എന്നൊരു വലിയ ആഗ്രഹം കൊണ്ട് നടന്ന് അത് സാധിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അലവിയാജ് വല്ലാതെ സന്തോഷം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് റബീഉൽ അവ്വൽ അത് സ്ഥാപിച്ച് കഴിഞ്ഞ ഉടനെയുള്ള റബീഉൽ അവ്വൽ വന്നപ്പോൾ ഹാജിര് വ്യക്തിപരമായിട്ട് പലരോടും പറഞ്ഞിട്ടുണ്ടാകും, ഇനി റബീഉൽ അവ്വലൊക്കെ നിങ്ങൾ നടത്തി, അതായത് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവിടെ ഞങ്ങൾ വയസ്സന്മാർ ഇതിൻ്റെ കമ്മിറ്റിയിലുണ്ടെങ്കിലും ചെറുപ്പക്കാരിറങ്ങിയാലേ അത് വിജയിക്കുള്ളൂ. എന്ത് നമുക്കറിയാം, ഹാജിര പറഞ്ഞത് ഞങ്ങൾ പ്രചോദനത്തിന് വേണ്ടിയാണ്. ഇവിടെ ചില മാസം അലവിയാജും കമ്മിറ്റിക്കാരുണ്ടെങ്കിൽ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുള്ളൂ. പക്ഷെ എന്തിനാണ് ഞങ്ങളോടത് പറയുന്നത്? അല്ലെങ്കിൽ വിദ്യാർത്ഥികളായ മക്കളായ ഞങ്ങൾക്കൊരു പ്രചോദനം. അവരും അടുത്തടുത്ത് ഈ പ്രസ്ഥാനത്തോട്, ഈ സ്ഥാപനത്തോട്, ഇവിടെ നടക്കുന്ന ദീനിന്റെ ഉമൂറുകളോട് അടുത്തു വന്ന് ഈ സ്ഥാപനത്തെ സംരക്ഷിക്കേണ്ട ഭാവി തലമുറ ഇവിടെ വളർന്നു വരണമെന്നുള്ള ഒരു വലിയ സ്വപ്നം മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവരെയും കൂട്ടുപിടിച്ച് ആരെന്ത് പറഞ്ഞാലും ഒരു വേള വിമർശനങ്ങൾ നാവിൽ നിന്ന് വരേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പോലും വിളിച്ചുകൊണ്ടുപോയി
ആയത് അത് അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ആയിക്കൂടാനില്ല. റബീഉൽ ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്തയിടത്ത് ഒരിക്കലും ഒരു പ്രസ്ഥാനം, ഒരു സ്ഥാപനം വളരുകയില്ല. എന്ന് പറഞ്ഞാൽ അത് ദീനിനോടെതിരായ അഭിപ്രായ വ്യത്യാസങ്ങളല്ല, മറിച്ച് നമുക്കിടയിലുള്ള സംശയങ്ങളെ പറഞ്ഞു തീർക്കുക എന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അത് സ്വാഭാവികമാണ്. എല്ലായിടങ്ങളിലും ഉണ്ടാകും. ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകും. ആ സമയങ്ങളിലെല്ലാം ഒരു സംയമനം, ഒരു നല്ല തീരുമാനം നമ്മിലേക്ക് പറഞ്ഞു തരികയും അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്. ഞാനത് ഒരു പ്രത്യേകമായിട്ട് കാര്യം പറയാണ്. അലബിയാജിനോട് ഒരിക്കൽ ഞാൻ ഈ ഉസ്താദുമാർക്ക് റബീഉൽ അവ്വലിൽ എന്താണ് നമ്മൾ ചെയ്യൽ, റബീഉൽ അവ്വലിൽ ഉസ്താദുമാർ കുറേ പരിശ്രമിച്ചുകൊണ്ട് മക്കളെയൊക്കെ പാട്ടും പ്രസംഗവും ഒക്കെ പഠിപ്പിക്കുക അതൊരു പതിവാണ്. പഴയ കാലങ്ങളിലെ ഉസ്താദുമാരാണത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അപ്പം എന്താണ് അവർക്ക് എന്താണ് കൊടുക്കുക? അപ്പം നമ്മൾ ചെറുപ്പക്കാരാണ്, ആവേശം കൊണ്ട് പലതും പറഞ്ഞു. വലുതാ പറഞ്ഞത്. വലുത് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് നോക്കുമ്പോൾ അത് വലുതാണ്. പല വിചാരിച്ചു കൊടുക്കണം. ഒറ്റയടിക്ക് ഞാൻ ഒരു 5000 രൂപയോളം വരുന്ന എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചപ്പോൾ അജരൊരിക്കലും വിമർശിച്ചില്ല. പൂർവ്വവിദ്യാസങ്ങൾ അത് കൊടുത്തോളും, ആചാര്യ പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞപ്പോഴും ആചാര്യച്ചടിക്ക് പറയുന്നത് നമുക്ക് എന്തായാലും കൊടുക്കണം. ചില ആൾക്കാരുടെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ സ്വകാര്യമായിട്ട് വെച്ചിട്ടുണ്ട്. കൊടുക്കുന്നത് നല്ല സാധനം തന്നെയാണ്, പക്ഷെ എന്ത് വേണം, നമുക്ക് എല്ലാ വീട്ടിലും കൊടുക്കാൻ കഴിയണ്ടേ? എല്ലാ വീടുകളൊക്കെ ഉണ്ടാവും. അത് നിലനിൽക്കുന്ന ഒരു കാര്യമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഒരു വർഷം കൊടുത്ത് പിന്നെ നമ്മളത് അടുത്ത വർഷം കൊടുക്കാതിരുന്നാൽ അബ്ദുൽ വാഹിദിന് അറിയില്ലേ, അത് കിട്ടിയ സാധനം കിട്ടാതിരിക്കുന്നുണ്ടാകുന്ന ഒരു വിഷമം അത് നമ്മൾ സ്ഥാപനത്തിനാകാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതൊരു വല്ലാത്ത ഉപദേശമാണ്. കാരണം ആ ഉപദേശത്തിന് ശേഷമാണ് കൂടി മദ്രസ ഉണ്ടാകുന്നത്. ഞാൻ അപ്പോൾ ചില സമയങ്ങളിൽ എനിക്ക് ഇവിടെ സംഘടന നിലക്ക് പോലും വരാൻ പറ്റാറില്ല. അപ്പോൾ ആ വാക്ക് അന്ന് ഒരു വലിയ പദ്ധതി ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ പിന്നീട് വരുന്ന വിദ്യാർത്ഥികൾ ഒരു പദ്ധതിയായി അത് മാറേണ്ടി വരും. ഇങ്ങനെ അവസരോചിതമായി ഇടപെട്ടുകൊണ്ട് സ്ഥാപനം നിലനിൽക്കുന്ന കാര്യത്തിൽ, അതിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ അൽബിഹാജിക്ക് വളരെയേറെ ശ്രദ്ധയുണ്ടായിരുന്നു. വിമർശനങ്ങൾ ഒരു പ്രശ്നമല്ലാത്ത, വിമർശനങ്ങളെ അതിജയിച്ച ഒരു കാരണവരാണ്, ഒരു നേതൃത്വത്തെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദ് പറഞ്ഞതുപോലെ ആറ്റുപത്ത് നന്നായി മരിക്കുക എന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരടയാളം ബഹുമാനപ്പെട്ടവർ വെള്ളിയാഴ്ച രാവിലാണ് മരണപ്പെട്ടത്. ആ മരണപ്പെടുക എന്നത് ഒരു വിജയിയുടെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെടുത്ത് കാണാം, വെള്ളിയാഴ്ച രാവിൽ മരണപ്പെടുക എന്നത്, വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പ് മറവ് ചെയ്യപ്പെടുക എന്നത് ഒരു നല്ല സ്വാലിഹായ മനുഷ്യന്റെ അടയാളമാണ്, അലാമത്താണ്. അങ്ങനെയുള്ളവർക്ക് ഖബറുകളിൽ അദാബില്ലെന്ന് വരെ മഹാന്മാർ എഴുതി വെച്ചത് കാണാം. ഒരാൾ ജീവിതത്തിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യൽ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയില്ല എന്നാണ്. ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളിയാഴ്ച മരണപ്പെടുന്ന, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ മരണപ്പെടുന്ന ആളുകൾക്കുള്ള മഹത്വങ്ങൾ എഴുതി വെച്ചത് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇതുപോലുള്ള നല്ല മനുഷ്യരെ അനുസ്മരിക്കുമ്പോൾ, നമ്മൾ അവരുടെ മരണത്തെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പ്രചോദനമാകണം. ഹാജി അതാ ഇന്നലെ വീട്ടിൽ നടന്ന പ്രോഗ്രാമിൽ അവിടെ ബഷീർ പറഞ്ഞല്ലോ, ഹാജി കൈതക്കോട് ഭാഗത്തേക്ക് വരുമ്പോൾ ഹാജി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു ശബ്ദം, ഒരു മുഖം, അത് അലവി ഹാജിയുടേതായിരുന്നു. ആ അലവി ഹാജി ഇന്ന് നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു മഹാനവറുകൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ വിടവ് നികത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. എന്നാലും കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കേണ്ടി വരും. അതിനേറ്റവും വലിയ തെളിവാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ നമ്മളൊക്കെ മരിക്കും. പക്ഷേ മരിക്കുന്നതിന് മുമ്പ്
നമ്മളെക്കുറിച്ച് നമ്മുടെ നാട്ടുകാർ, നമ്മളോട് ബന്ധപ്പെട്ടവർ മോശം പറയുന്ന ഒരു ജീവിത രീതിയല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വജബത്ത് എന്ന് രണ്ട് കൂട്ടരെ കുറിച്ചും പറഞ്ഞപ്പോൾ അത് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് സ്വഹാബിത്ത പറഞ്ഞിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ഹാജിയാരെ നമ്മൾ അനുസ്മരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ കണ്ട നന്മകളെ പറയാനാണ്. അവരുടെ ജീവിതത്തിൽ മോശപ്പെട്ടത് കണ്ട് എന്ന് എനിക്ക് പറയാനറിയില്ല. എന്തെങ്കിലും ഇന്നത് ചെയ്തത് അത് തെറ്റാണ്, മോശമാണ്. തെറ്റുകൾ സ്വാഭാവികമായി മനുഷ്യനുണ്ടായേക്കാം. അല്ലാഹു ഹാജിയുടെ ജീവിതത്തിൽ വന്നു പോയ അപാകതകളൊക്കെ വിട്ടുകൊടുത്തു വാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. പക്ഷെ അതൊന്നും നമ്മുടെ മനസ്സിലില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലൊന്നും അറിയില്ല. ഹാജിയാരെ വിടവ് നികത്താൻ ഇനി ആര് എന്നൊരു ചോദ്യചിഹ്നമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് വളരെ 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 സത്യമാണ്. ഈ മജ്‌ലിസിൽ നമ്മൾ വരുമ്പോഴും മാസ്ക് പുറത്തിരിക്കുന്നു, ഉസ്താദുമാരവിടെ ഉണ്ട്, എന്തോ ഒരു കുറവ്, ഒരു പോരായ്മ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നേളിച്ച് കാണാണ്. അതാ കുറവ്, അത് ഹാജിയുടെ കുറവ് തന്നെയാണ്. അല്ലാഹു അവിടുത്തെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. ഒരു മൻസന്ന സുന്നത്തൻ ഫിൽ ഇസ്ലാം, ഒരാൾ ഇസ്ലാമിൽ ഒരു നല്ല ചര്യയെ നടപ്പിലാക്കി അവരങ്ങ് വിട പറഞ്ഞു പോയാൽ അവർക്ക് ലഭിക്കുന്നത് പ്രതിഫലം. ആ ചര്യ കണ്ടുകൊണ്ട് ആരെല്ലാം ആ നന്മകൾ ചെയ്യുന്നുവോ അവർക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഹാജിയാരുടെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഈ മദ്രസയ്ക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു. പുതിയ സ്ഥാപനം ഉണ്ടാക്കാനും ഉസ്താദുമാരെ നിയമിക്കാനും ഇങ്ങനെ തുടങ്ങി ശമ്പളം കൂട്ടാനും അതുപോലെ ശമ്പളം അതിൻ്റെ കലക്ഷനുകൾ നോക്കി എഴുതി വെച്ച് ഒരു 10-30 വർഷത്തോളം ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ച് നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞതാണ്. ഇനി ആരെല്ലാം ഈ നേതൃസ്ഥാനത്ത് വന്ന് പ്രവർത്തിക്കുന്നുവോ ഹാജിയാർക്ക് അതിൻ്റെ ഒരു അംശം പ്രതിഫലം ഉണ്ടാകും. ഒരു നന്മ ഹാജിയുടെ ജീവിതത്തിൽ തുടങ്ങി വെച്ചിട്ടുണ്ടോ? ഖുർആൻ ക്ലാസ് തുടങ്ങിയത് ഹാജിയാണോ? എന്നാൽ അവിടെ ക്ലാസ് നടക്കുന്ന കാലത്തോളം വീണ്ടും നബി ഹാജിയുടെ ആത്മാവിലേക്ക് അതിൻ്റെ അംശം എത്തിക്കൊണ്ടിരിക്കും. എന്നെ ഈ വേദിയിലിരുത്തി പ്രസംഗിപ്പിക്കുവാൻ പ്രചോദനം കാണിച്ചത് ഹാജിയാണെങ്കിൽ ഞാൻ അവിടെ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും നന്മ പറയുന്നുണ്ടെങ്കിലും ഒരംശം ഹാജിയുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നെ കൊണ്ട് എൻ്റെ കാലത്ത് എന്തെങ്കിലും ഒരു നന്മ ഞാൻ ചെയ്തു വെച്ചാൽ നാളെ ഖബറിൽ ഒറ്റക്ക് കിടക്കുമ്പോൾ ഒരു മനുഷ്യനും സഹായത്തിനില്ലാത്ത സമയത്ത് എന്നെ ഓർക്കാനും എനിക്ക് വേണ്ടി വല്ലതും ചെയ്യാനും എൻ്റെ നാട്ടുകാരോ അല്ലെങ്കിൽ എൻ്റെ പിൻഗാമികളായ പ്രവർത്തകന്മാരോ ഉണ്ടാകുമല്ലോ റബ്ബേ എന്ന് നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കി ഇനിയുള്ള ശിഷ്ടകാലം ഹാജിയുടെ വിടവ് നികത്താൻ നമുക്ക് കഴിയില്ലെങ്കിലും നമ്മളാലാകുന്ന സേവനങ്ങൾ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ നമ്മളാൽ കഴിയുന്ന ഒരു സേവനമുണ്ട്. ബഹുമാനപ്പെട്ടവർ മരിക്കുന്നതിന് മുമ്പ് ചെയ്ത എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് മർക്കസ് നോളജ് സിറ്റിയിൽ നിർമ്മിക്കുന്ന ഒരു വലിയ പള്ളിയുണ്ട്. വലിയ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ആ പള്ളി സുബ്ഹാനല്ലാഹ് അതിൻ്റെ കലക്ഷൻ ആവശ്യാർത്ഥം പണം ഓരോ യൂണിറ്റുകാരോടും 1,00,000 രൂപ ആവശ്യപ്പെട്ടപ്പോൾ കൈറക്കോട് നിന്ന് അത് പൂർത്തീകരിക്കാൻ വേണ്ടി രോഗിയാകുന്നതിൻ്റെ പോസിറ്റീവാകുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് അതിന് വേണ്ടി അത് ഇത്രയായിട്ടുണ്ട് 1,00,000 അടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു പള്ളിക്ക് വേണ്ടി 1,00,000 രൂപ ആ ഏരിയയിൽ നിന്ന് സ്വരൂപിക്കാൻ നേതൃത്വം നൽകിക്കൊണ്ടായിരിക്കും എൻ്റെ ഓർമ്മയിൽ മഹാനവകൾ ഈ നമ്മളോട് വിട പറഞ്ഞു പോയത്. കണ്ടോ, അവസാന സമയങ്ങളിലും ആഗ്രഹിച്ചത് സുന്നത്ത് ജമാഅത്തിന്, ഒരു പള്ളിക്ക് അല്ലെങ്കിൽ ഒരു മദ്രസക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കണം. സ്വന്തം ഒന്നായിട്ട് 1,00,000 കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ മുന്നിലേക്ക് ഇല്ല എന്ന് ആഗ്രഹിച്ച് എന്ന് ചിന്തിച്ച് അദ്ദേഹം മാറി നിന്നിട്ടില്ല. മറിച്ച് ആരോടെങ്കിലൊക്കെ പറഞ്ഞ് ചോദിച്ച് റബീഉൽ അവ്വൽ വരുമ്പോൾ നമുക്ക് ഉറപ്പാണ് എന്തായാലും ഹാജി സ്ഥിരം വിളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാനത് പറയാൻ കാരണം ഇരാൻ ഹാജി ഇവിടെ ഉണ്ട്. നമ്മൾ സ്ഥിരം വിളിക്കും റബീഉൽ അവ്വൽ ആയാലും ഹാജിക്ക് എന്തെങ്കിലും തരണം, മദ്രസയിൽ പരിപാടി നടത്താനാണ് എന്ന് പറഞ്ഞു വിളിച്ചാൽ ഹാജി ഇൻഷാ അല്ലാഹ്. പിന്നെ റബീഉൽ അവ്വലിൻ്റെ തലേന്ന് പോലെ പരിപാടിൻ്റെ തലേന്ന് വിളിച്ചാൽ അത് റെഡിയാണ്. അങ്ങനെ അലവിയാക്കി വിളിക്കും. തമ്മിൽ ഒരു ദിവസം പറഞ്ഞ്
നമ്മളിങ്ങനെ എല്ലാത്തിനും ആചരിപ്പിക്കും, ആചരിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ലേക്കും. എല്ലാം പിള്ളേരെടുത്ത് നമ്മൾ വാങ്ങാൻ നമ്മളെടുത്ത് ഇതിൽ അത്ര കൊടുക്കാനില്ലല്ലോ. അറബിയാജിൻ്റെ ഒരു കേട്ടിനോട് പറയാം, നമ്മൾ ആചരിപ്പെടങ്ങാൻ കേട്ടോ. തമ്മിൽ പറയുന്നത് സ്വകാര്യമാണത്. എന്തിനാണ് പറയുന്നത്? അത് നന്മ ഉപദേശമാണ്. കാരണം നമ്മളെല്ലാവരും ഒരാളോട് ചോദിച്ചാൽ ആചാരം കൊണ്ട് തിരക്കടിച്ചു ഇന്ന് വരെ ഇല്ലാന്നുള്ള തലമുറ പറയാത്തതുകൊണ്ട് അള്ളാഹു ആചാര്യർക്ക് സമ്പത്തിലൊക്കെ വർദ്ധനം നൽകുമാറാവട്ടെ, ജീവിതത്തിൽ അള്ളാഹു വർദ്ധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതൊക്കെ റബീഉൽ-അവ്വലാകാണെങ്കിൽ റബീഉൽ-അവ്വലുള്ളത് അടിസ്ഥാന ആദരവേദന പൂർത്തിയാക്കിയിട്ടുണ്ടാവും. റെഡിയാക്കി മുമ്പ് മനസ്സിലോ ഏടിലോ അത് എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ളതിനെ നെട്ടോട്ടോടുക. ഇനി അത് നമ്മൾ ചെയ്യണം. ഒരാൾ നമ്മിൽ നിന്ന് പോയി എന്ന് ആ പ്രവർത്തനം ഇവിടെ നിൽക്കാൻ പറ്റുമോ? അതിലേറെ ഉഷാറായി. കാരണം അപ്പോഴേ അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാവുള്ളൂ. ഖബറിൽ കിടന്നുകൊണ്ട് നമ്മളെ കാണുമ്പോൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അബ്ദു ഉസ്താദ് വഫാത്തായി പോയി. അബ്ദു ഉസ്താദ് ഈ സ്ഥാപനം, ഈ ബിൽഡിങ്ങിന്റെ പ്രചരണാർത്ഥം വിദേശത്തൊക്കെ പോയി പലരിൽ നിന്നും കലക്ഷൻ വാങ്ങി ഈ സ്ഥാപനം നിർമ്മിച്ച് ബാപ്പുട്ടി പോയി, ബാപ്പു ഉസ്താദ് പോയി. ഇനി നമുക്ക് ആരാണ്? നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് കാര്യങ്ങളൊന്നും നടക്കൂല. അല്ലെങ്കിൽ കാരണം ഖുർആൻ ക്ലാസ് നടക്കുമ്പോൾ ബാപ്പു ഉസ്താദ് ഇവിടെ ഉത്തർന്ന് മൈക്കയിൽ ഓതലില്ല. ആർക്കെല്ലാവർക്കും ഓർമ്മയുണ്ടോ എനിക്കറിയില്ല. ബാപ്പു ഉസ്താദ് സ്വന്തം തൊള്ളുകൊണ്ട് അങ്ങനെ ഓതും മൈക്കയിൽ ആൾക്കാർ വരാൻ വേണ്ടിയിട്ട്. അവർ ബാപ്പു ഉസ്താദ് പോയി മരിച്ച് ഇനിയിപ്പോൾ ഓത്തൊന്നും വേണ്ട, അല്ലെങ്കിൽ ക്ലാസ് വേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് ഉസ്താദിനോട് ചെയ്യുന്ന അതും കേടാണ്. ഉസ്താദിന്റെ കാലത്ത് മാത്രം ആ പ്രവൃത്തി ചെയ്താൽ പോരാ, അൽബിയാജിന്റെ കാലത്ത് മാത്രം പോരാ. നമ്മുടെ ഓരോ പ്രോഗ്രാമുകളും പൂർവോപരി സന്തോഷത്തിൽ അത് റാഹത്തായി നടക്കണം. പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കുമോ നമുക്കറിയില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹാജിയുടെ വിടവ് നികത്താൻ അള്ളാഹു ഹാജിക്ക് പകരം ഹാജി എന്നതാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ കുറച്ചുകൂടി ഇനി ആരാണ് ഈ പ്രവർത്തനം, ഈ ദൗത്യം ഏറ്റെടുക്കാനുള്ളത്? നമ്മളെ കൊണ്ടൊക്കെ സാധിക്കും. അതിനൊക്കെ പരിമിതികളും പരിധികളും ഉണ്ട്. ഹാജി എന്ന് പറയുന്നത് ഒരു മദ്രസാധ്യാപകൻ കൂടെയാണ്, ഒരു സാമൂഹിക സാംസ്കാരിക നേതാവാണ്. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയില്ലായിരുന്നു മദ്രസ പഠനകാലത്തൊന്നും. ഇത് മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കൽ വായിച്ച് പറഞ്ഞപ്പോഴാണ്. കാരണം സ്വാഗതം പറയുമ്പോൾ എപ്പോഴും ആ ബിസ്മി ഹംദൊക്കെ ചൊല്ലി നല്ല ശബ്ദം, ഒരു ഗൗരവമുള്ള സൗണ്ടിൽ അതിങ്ങനെ വരുമ്പോൾ ഞാൻ ഒരു മൂല്യം വാർത്തകൾക്ക് പറയാനൊക്കെ ആവുമ്പൊക്കെ അങ്ങനെ പറയുമല്ലോ. അവരോട് നീ ശരിക്കും പറഞ്ഞ അറിയില്ല, മൂപ്പര് മദ്രസ പഠിപ്പിച്ചത് മൂല്യനാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എൽമിൻ ഉള്ള ആളാണ്, എൽമിനോട് കൂടെ സൂക്ഷ്മതയിൽ പുലർത്തിയിരുന്ന മനുഷ്യരാണ്. ഒരിക്കലും ബാപ്പുട്ടി ഉസ്താദ് മരിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, കണക്കൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് ബാപ്പുട്ടി, എന്നിട്ട് എൽമിനോട് അവസാന സമയത്ത് ഒരു വല്ലാതെ ഉപദേശിച്ചിട്ടുണ്ട്. കണക്ക് വളരെ കൃത്യമായിരിക്കണം, കണക്ക് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. എനിക്ക് ബേജാറാണ് ഈ കണക്ക് കൈകാര്യം ചെയ്യുന്നത്. ബാപ്പുട്ടില്ലാത്ത ഒരു ധൈര്യം ബാപ്പുട്ടി ഉസ്താദ് വെച്ചതിന് ശേഷം ഒരു ദിവസം ഓരോ വീട്ടിൽ വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ പേടി കണ്ടോ, ശ്രദ്ധ, അതൊക്കെ നമുക്ക് വേണം. നമ്മളൊരു പ്രസ്ഥാനത്തിൻ്റെ, ഒരു സംഘടനയുടെ, ഒരു സ്ഥാപനത്തിൻ്റെ നേതൃസ്ഥാനത്ത് വരേണ്ടി വന്നാൽ നമ്മൾ വരണം. വന്നിട്ടോ അവിടെയുള്ള കാര്യങ്ങൾ വൃത്തിയായി ചെയ്യണം. അല്ല എങ്കിൽ എല്ലാവരും നാളാഹുറത്തിൽ ചോദ്യം ചെയ്യപ്പെടും. എല്ലാ മനുഷ്യരെയും ചോദ്യം ചെയ്യപ്പെടും. പ്രത്യേകിച്ച് ഭരണാധികാരികൾ ചോദ്യം ചെയ്യപ്പെടും. ഭരണം അല്ലാഹു തലയിൽ വെച്ചവർ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന് യഥാർത്ഥ മറുപടി പറയാതെ ആഹ്റത്തിൽ രക്ഷപ്പെടുക എന്നത് സാധ്യമല്ല. ഒരു രൂപക്ക് പൊതുമുതലാണെങ്കിൽ അതിന് കണക്ക് പറയാതെ നാളെ ആഹ്റത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ബാധ്യത എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളതാണ്. നമ്മളൊരാളോട് പറഞ്ഞു ഞാൻ ഇത്ര തരാം, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തോട് ഏറ്റു ഞാൻ ഇത്ര തരാം, അല്ലെങ്കിൽ നമ്മളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് നമ്മൾ പണം കൊടുത്തു, അതിന്റെ പണം എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ മറുപടി ഇല്ലാതിരിക്കുക എന്നത് സുബ്ഹാനല്ലാഹ് ശരിക്കും ആലോചിച്ചോ? അക്കമിട്ട് നാളെ ആഖിറത്തിൽ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. നമ്മളൊരു സ്ഥാപനത്തോട് ഒരു വാഗ്ദാ ചെയ്തു, ഒരു കരാർ ചെയ്തു, ഞാനൊരു 500 കല്ല് തരാം, നമുക്കത് കൊടുക്കാൻ കഴിയും ചെയ്യും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആരോഗ്യം കൊണ്ടുവന്നി ഇതിനാ പാവട്ടെ 1000 കല്ല് എന്ന് പറഞ്ഞ് ശരിയാണ് ഇതിനൊക്കെ എന്ന് ചിന്തിച്ചിട്ട് പിന്നെ പറയാം ഞാൻ തരും കേട്ടോ, എനിക്ക് നമ്മളിപ്പോൾ സാധിക്കില്ല. സാധിക്കുന്ന ഒരാൾ അങ്ങനെ പറഞ്ഞാൽ അത് ഹഖ്ഖുൻ അലല്ലാഹിയാണ്, അള്ളാഹുവിനോട് ഏറ്റ കടമായിരുന്നു.
ആ കടം അല്ലാഹുവിനോട് വിട്ടേണ്ടി വരുന്ന ആഖിറത്തിൽ. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഏൽക്കാൻ കഴിയുന്നത് നമ്മൾ ഏൽക്കുകയും കൊടുക്കാൻ കഴിയുന്നത് മാത്രം ഏൽക്കുകയും അങ്ങനെ ജീവിതത്തിൽ സംശുദ്ധമായ ജീവിതം കാഴ്ചവെക്കുകയും ചെയ്യണം. കൊടുക്കാൻ കഴിയുന്നത് കൊടുക്കാനേ ഹാജിയാരെ എനിക്ക് പഠിപ്പിച്ചിട്ടുള്ളൂ. അതാണ് നമ്മളൊക്കെ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും പകർത്തേണ്ടതും. അതൊരു ബാധ്യതയാക്കി വെക്കാൻ നമ്മൾ ആരും ശ്രമിക്കരുത്. ബഹുമാനപ്പെട്ട ഹാജിയാരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഈ മജ്ലിസ് അവിടെ നിന്ന് കാണും ഉറപ്പാണ്. മരിച്ചുപോയാൽ ഒരാള് പിന്നെ അയാൾ മണ്ണായി പോയി എന്നൊന്നും ആരും മനസ്സിലാക്കേണ്ടതില്ല. അവർ ഖബറുകളിൽ ഇരുന്ന് അവരുടെ ആത്മാക്കൾ നമ്മളിൽ വന്ന് ഒരു മനുഷ്യൻ സ്വാലിഹായ മനുഷ്യനെ അനുസ്മരിക്കുമ്പോൾ അവരുടെ മദ്ഹുകൾ പറയുമ്പോൾ അവരുടെ ആത്മാക്കൾ വരുമെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചത് കാണാം. അതുകൊണ്ട് ഇവിടെ ഹാജിയാരുണ്ടാകും, ഹാജിയാരുടെ ആത്മാവിടെ ഉണ്ടാകും എന്നുള്ള ബോധത്തോടു കൂടെ ഞാൻ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ നമ്മളോട് ഇവിടെ പറഞ്ഞ ഹാജിയാർക്ക് എല്ലാവിധ ഖബറിലുള്ള സന്തോഷങ്ങളും സുഖങ്ങളും പടച്ചറപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥനയാണ് അവർക്ക് നമുക്ക് നൽകാനുള്ളത്. എല്ലാവരും ഓർക്കണം, അനുസ്മരിക്കണം, പറയണം, നന്മ പറയണം, ഖുർആൻ ഓതണം. അതേ നമുക്ക് ഇനി ചെയ്യാൻ കഴിയുള്ളൂ. മരിക്കലോടുകൂടി എല്ലാം കഴിഞ്ഞു. ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാത്ത്. മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങളല്ലാത്തത് മുഴുവനും നശിച്ചു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ ഇൽമ്. അത് മനുഷ്യന് ഉപകരിക്കുന്ന, മരിച്ചാൽ ഉപകരിക്കും. ഖബറിൽ വെളിച്ചമായി സന്തോഷമുള്ളവരായി ഹാജിയാർക്ക് അതൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉപകാരപ്രദമായ ഇൽമ്, അവസരോചിതമായി ഈ അഫ്ദലുൽ ഇൽമുൽ ഹാൽ, സന്ദർഭോചിത ഇൽമാണ് ഏറ്റവും നല്ല ഇൽമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവസരോചിതമായ ഇൽമും ആ ഇൽമനുസരിച്ചുള്ള ഒരു ജീവിതവുമായിരുന്നു ഹാജിയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുവന്നത്. മറ്റൊന്ന് പറഞ്ഞത് സ്വതക്കത്തിൻ ജാരിയ, പ്രതിഫലമെന്നും കിട്ടുന്ന സ്വതക്ക. അത് മരിച്ചാൽ മുറിയാത്തൊരു പ്രവർത്തനമാണ്. പ്രതിഫലമെന്നും കിട്ടുന്ന സ്വതക്ക. അതിന് ഉദാഹരണം പറഞ്ഞത് വഖഫുകളാണ്. വഖഫുകൾ പള്ളിക്ക്, മദ്രസക്ക്, വിശുദ്ധമായ ഖുർആൻ കിതാബുകൾ, ഇതൊക്കെ പള്ളിയിലേക്കോ സ്ഥാപനത്തിലേക്കോ വഖഫ് ചെയ്യുക എന്നത് അത് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന, മരിച്ചാലും കിട്ടുന്ന ഒരു അമല്. അത് വഖഫുൽ സ്വതഖത്തുൻ ജാരിയ. രണ്ടാമത് പറഞ്ഞത്. മൂന്നാമതുള്ളത് വലബിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. വലബിൻ സ്വാലിഹിൻ, സ്വാലിഹികളായിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് നമ്മൾ നിർത്താൻ ഇൻഷാ അല്ലാഹ്. അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, മരണശേഷം ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അവസാനം പറഞ്ഞത് സ്വാലിഹീങ്ങളായ മക്കളാണ്. അലവി ഹാജിക്ക് ഒരു മകൻ അഹ്സനിയാണ്, ആലിമാണ്, ദർസ് നടത്തിയിരുന്നു, ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വിദേശത്താണ്. പിന്നെ നമ്മൾ അയ്യൂബാണ്. അങ്ങനെ മക്കളും പേരമക്കളും ഒക്കെയായി യദ്ഉ ലഹു എന്ന് കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടത്തിൽ പറഞ്ഞതുകൊണ്ട് മാതാക്കളെയും പിതാക്കളെയും ആവശ്യമായ സന്ദർഭങ്ങളിലെല്ലാം ഓർക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്ന നല്ല മക്കളുണ്ടാവുക എന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയമാണ്. അതിലൂടെ ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് ഹാജിയാർ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയത്. ഒരു നിസ്വാർത്ഥനായ കർമ്മയോഗിയുടെ വിയോഗം നമ്മളിൽ ഉണ്ടാക്കിയ പ്രയാസങ്ങൾ കുറച്ചൊന്നുമല്ല. എന്നാലും നാം അത് കാരണമായിട്ട് ആശങ്കപ്പെട്ടു നിൽക്കാതെ എല്ലാ നന്മകൾക്കും മുമ്പന്തിയിൽ നിന്ന് ഹാജിയാരുടെ ഖബറിൽ സന്തോഷം വരുന്ന രൂപത്തിൽ, ഹാജിയാരുണ്ടായിരുന്നതിനേക്കാളും സന്തോഷമായ രൂപത്തിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അല്ലാഹു ഹാജിയുടെ കൂടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ
നാളെ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ ഖുർആൻ വാക്യത്താൽ ഈ സംഗമം ഉദ്ഘാടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും വന്ദരായ മജീദ് ഹസൻ ഉസ്താദൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതുമായി നമ്മുടെ ഗീതാമുസ്ലിം സംസാരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. ഞാൻ ആദരവുള്ള സയ്യിദുകളെ, പണ്ഡിതന്മാരെ, മറ്റു നേതാക്കളെ, സുഹൃത്തുക്കളെ, വന്യരായ ദീനി ഹാദിമിയോടെ നമ്മുടെ നാട്ടിലെ നേതാവായിരുന്ന മഹാവ്യക്തിത്വമാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ സന്ദർഭത്തിൽ നാം വളരെ ആലോചിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടത് വന്യരായ നമ്മുടെ ആ സുഹൃത്തിന് മരണപ്പെട്ടപ്പോൾ എവിടെ നിന്നെല്ലാമാണ് പ്രാർത്ഥനകളും ദുആകളും ഖത്മുൽ ഖുർആനും സ്വലാത്തും ദിക്റും മാത്രമല്ല കൂടുന്ന സദസ്സിലൊക്കെ അലവിയാജി എന്ന ആ സുന്ദരമായ വാക്ക് അലയലിയായി കേൾക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഒരുപക്ഷെ ഇവിടെ കൂടിയ എനിക്കും നിങ്ങൾക്കും ഇത് മാത്രമേ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളെങ്കിലും അദ്ദേഹം സംബന്ധിക്കാറുള്ള, ചെന്നു ചേരാറുള്ള, പങ്കെടുക്കാറുള്ള പലയാളി മീറ്റിങ്ങുകളും സുന്നി പ്രസ്ഥാനത്തിൻ്റെ എല്ലാ രംഗത്തും കേവലം ഓടിപ്പാഞ്ഞ് ജോലി തിരക്കിനിടയിലും കൂടി ആ സ്ഥലത്തെത്തിപ്പെട്ടു. അതിന് വേണ്ട ആ മീറ്റിങ്ങുകളും മറ്റും പങ്കെടുത്തു, വേണ്ടുന്ന നിർദ്ദേശോപദേശങ്ങൾ ചെയ്തു. ദീനിന് വേണ്ടി വല്ലതും ചെയ്യണമെന്ന ആ സുന്ദരമായ ആഗ്രഹവുമായി അദ്ദേഹം നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. കാരണം ഞാനടക്കം പങ്കെടുത്ത ഒരു മുസ്ലിം ജമാഅത്തിൻ്റെ മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ മാത്രം ഞാൻ മനസ്സിലാക്കുകയാണ്. മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിൽ പല സ്ഥലങ്ങളിലും പാവപ്പെട്ടവർക്ക് വീട് നൽകാൻ ചർച്ച വന്നു. അത് മുസ്ലിയാരങ്ങാടി ആ ഭാഗത്ത് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കാൻ സ്ഥലം തരാമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റെടുക്കാൻ സംഘടനയ്ക്ക് സാധ്യമല്ല, വീടുണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സ്ഥലം കൊടുത്ത ആൾ തന്നെ വീടുണ്ടാക്കി കൊടുത്തു. അങ്ങനെ അവിടെ സൗകര്യം കുറവ് എന്താ അറിയില്ല, താമസിച്ച ആൾ മാറി, വീണ്ടും വേറെ ആൾ വന്നു. ഇങ്ങനെയൊക്കെ ചർച്ചകൾ സംഘടനയിൽ ഇങ്ങനെ നടന്നപ്പോൾ ആദ്യം പെട്ടെന്ന് ഒരു അഭിലാഷം, എന്താണ് നമുക്ക് ആ കിഴക്ക് ഭാഗത്ത്, കൈതക്കോട് മഹലിൻ്റെ ആ കിഴക്ക് ഭാഗത്ത് ഒരു നിസ്കാരപ്പള്ളി അത്യാവശ്യമാണ്. ആരെങ്കിലും ഈ കൂട്ടത്തിൽ സമ്പന്നരായി വല്ലവരുമുണ്ടെങ്കിൽ അതിൽ ഒരു 2-3 സെൻറ്റ് സ്ഥലം വാങ്ങിത്തരാൻ തയ്യാറുള്ളവർ ആരെങ്കിലും ഉണ്ടോ, നിങ്ങൾ അന്വേഷിക്കുക എന്ന ഒരു വാക്ക് ആ മീറ്റിങ്ങിൽ അദ്ദേഹം ഉന്നയിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഭക്ഷ്യന്മാർക്കൊക്കെ പാർക്കണ ആ ഭാഗത്തെ ഉദ്ദേശിച്ചാണ് മൂപ്പർ പറഞ്ഞത്. അങ്ങനെ അതിനെ സംബന്ധിച്ച് പിന്നെ ചർച്ച ചെയ്ത് ആളുകൾക്ക് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് നിന്നിട്ടുണ്ട്. പക്ഷേ എന്തായി എന്നറിയില്ല. പള്ളി ഞങ്ങളെങ്ങനെയെങ്കിലും ഉണ്ടായിക്കോളാം, ഒരു 3 സെൻറ്റ് സ്ഥലങ്ങൾ തന്നാൽ മതി. അപ്പം ഞാൻ എന്താ ഇപ്പം പറഞ്ഞതിൻ്റെ ഉദ്ദേശം, അദ്ദേഹത്തിൻ്റെ ഏത് അഭിലാഷവും ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ദീനിന് വേണ്ടി വല്ലതും ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ജനൽക്കോടി കൂടുമ്പോൾ ഒക്കെ ചെറിയാപ്പാസും അരിയാലും കുറേ കാലമായില്ലേ ഇങ്ങനെ മാറണം എന്ന് അവരെ മനസ്സിലുണ്ട്. ഞങ്ങളുടെ ഇടയിൽ ഓരോന്നും മാറിയല്ല. ഏതായാലും ലാസ്റ്റ് വരുമ്പോൾ അരിയാലും ചെറിയാപ്പാസും 35 കൊല്ലത്തോളമായി എന്നുള്ളത് ഒരു മാറില്ല.
അതെന്താ? ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ദീനിനോട് അതിൽ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ സ്ഥാനം കിട്ടണം എന്നതല്ല, ആ ദീനിനോടുള്ള ബന്ധം അതിൽ ഒഴിഞ്ഞുകൂടെ അതിൽ നിലനിൽക്കണമെന്ന്. അദ്ദേഹത്തിന് കഴിയാതായപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറിമാരൊക്കെ കണക്കും മറ്റൊക്കെ ശരിയാക്കായി ഏൽപ്പിച്ച്, എന്നാലും അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് ജനങ്ങൾ ഒഴിവാക്കിയില്ല. അദ്ദേഹത്തിന് ഒഴിവാകുന്നുണ്ട്, പക്ഷേ ജനങ്ങൾ ഒഴിവാക്കിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ അദ്ദേഹം അഹോരാത്രം പരിശ്രമിച്ചു, വേണ്ടുന്നതൊക്കെ ചെയ്തു. ശമ്പളം കൊടുക്കാൻ പോരായി വന്നപ്പം കഴിഞ്ഞ പ്രാവശ്യം ഈ കോവിഡിലൊക്കെ വന്നപ്പോൾ ഇവരെല്ലാവരും കൂടി ഇറങ്ങി പ്രവർത്തിച്ചു. അതിന് മുന്നിൽ അധികാരി നിന്നു. അങ്ങനെ ഏത് കാര്യം ഇന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഏതെല്ലാം നല്ല നല്ല കാര്യങ്ങളുണ്ടോ അതിന് മുന്നിലില്ല. ഒരാൾ മരിച്ചെന്ന് കേട്ടാൽ അവിടെ ഉണ്ടാവും. ആ മയ്യത്ത് എങ്ങനെ കിടക്കണം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അവിടെ ആരെങ്കിലും ഇവരുള്ളതില്ലെങ്കിൽ അയ്യരായി അതങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. അതൊക്കെ കണ്ണുണ്ടായാൽ പോരാ കാണണം എന്ന് പറഞ്ഞ മാതിരി ഇതൊക്കെ നമുക്ക് ഒരാൾ മരിക്കുമ്പോഴേ അയാളെ സംബന്ധിച്ചുള്ള മഹത്വം നമുക്ക് വിചാരിച്ച് വാങ്ങണം. അപ്പം ഇങ്ങനത്തെ ഒരു മാത്രമായ ഒരു വ്യക്തിത്വം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. അപ്പം ഇനി നമ്മൾ സ്ഥാപനങ്ങളും പള്ളികളും മദ്രസകളും മറ്റ് കല്യാണങ്ങളും സൽക്കാരങ്ങളും നടക്കണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുമല്ലോ. അതൊക്കെ നടക്കുക തന്നെ വേണം. അതിനാണ് നമ്മളിവിടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളും പിന്നെ നമ്മളെ വിദ്യാർത്ഥികളൊക്കെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഇതിൻ്റെ സ്ഥാനത്ത് ഒരു തലമുറ നശിക്കുമ്പോൾ മറ്റൊരു തലമുറ അവിടെ ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു പിന്നെ നല്ലത് ചെയ്യാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഏത് കാര്യത്തിലും അതുപോലെ തന്നെ നമ്മളെ കപ്പേക്കാട് ഭാഗത്ത് നമ്മളെ കുഞ്ഞുട്ടി എന്ന് പറയുന്ന സുഹൃതി കാക്കയുടെ മകൻ, അവൻ്റെ ഭാര്യ നമ്മൾ ഇന്ന് അടുത്ത കാലത്ത് ഇവിടെ പറഞ്ഞ സ്ത്രീയാണ്. അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വാപ്പുട്ടി ഉസ്താദുള്ള കാലത്ത് നിന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഭക്ഷണത്തിന് ആവശ്യമൊന്ന് ചായ വേണം, ചോറ് വേണം, പൊതുപരീക്ഷയാണ്, അല്ലെങ്കിൽ ഉപശിഷ്ട എന്ന് പറഞ്ഞാൽ എല്ലാവരും തയ്യാറാണെങ്കിലും അവിടെ ജോലി തിരക്കുള്ള ആ സ്ത്രീ പെട്ടെന്ന് ആണ്ട് പറഞ്ഞയച്ചാൽ മതി, എല്ലാം നിർത്തിവെച്ച് അതിന് വേണ്ടതൊക്കെ ചെയ്യും. അങ്ങനത്തെ സ്വഭാവം ഉണ്ടായിരുന്നു. എല്ലാവർക്കും കൊടുക്കാൻ കഴിയിട്ടില്ല, എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും, അത് സ്വാഭാവികമാണല്ലോ. എന്നാൽ അവിടെ ഒരു തടസ്സം പറയാറില്ല. അത് എപ്പോഴും അതിങ്ങനെ എല്ലാവരും പറയുന്ന ഒറ്റ ബുദ്ധിമുട്ടിൻ്റെ അവിടെ പറഞ്ഞാൽ മതി. അതുകൊണ്ട് അല്പേധികം ഉന്നയിച്ചിട്ടുണ്ട്. പ്രതിഷത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പരീക്ഷ ഉണ്ടാകുമ്പോൾ മുമ്പ് അന്ന് നാളെ ബുദ്ധിമുട്ടിൻ്റെ അവിടെ പറഞ്ഞു. അപ്പം അതിനൊക്കെ മുൻപന്തിയിൽ ദീനിനോടും ദീനിൻ്റെ ആളുകളോടും മഹത്വത്ത് കാണിച്ചൊരു സ്ത്രീ ആയിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിലും സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് ഈ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. നമ്മളെ മുന്നിറായ സയ്യിദ് അവരോടും നമ്മളെ മജീദ് ഉസ്താദ് അവരോടും നമ്മുടെ സദസ്സിലുണ്ട്. അവരുടെ സമയം കവർന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും നാം അലവി ഹാജിയുടെ ജീവിതം പിൻപറ്റിക്കൊണ്ട് നാം ഏവരും മാതൃകായോഗ്യരായി നമ്മൾ ദീനീ പ്രവർത്തനത്തിൽ മുന്നിട്ടിറങ്ങണമെന്ന് വളരെ വിനയത്തോടെ അപേക്ഷിച്ചുകൊണ്ട് നാം ചെയ്തതായ എല്ലാ നല്ല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് ഒരു ഈനാസായി അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് വല്ല പാപങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അർഹമറാഹിമായ തമ്പുരാൻ അദ്ദേഹത്തിന് മൗഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും പ്രത്യേകിച്ചും നമ്മുടെ ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാരായിരുന്ന വാപ്പട്ടി ഉസ്താദ്, അസമുല്ലാക്ക തുടങ്ങിയ മഹൽ വ്യക്തിത്വങ്ങളുടെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ജ്യേഷ്ഠാന്തന്മാർ, സഹോദര സഹോദരിമാർ, ബന്ധുമിത്രാദികൾ, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരുടെയും ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവർക്കും നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഒത്തൊരുമിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ, ആലിമീങ്ങൾ, കാരണവന്മാർ, സഹോദരങ്ങളെ, ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട ഹാജി ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം.
നമ്മളും നേരിട്ട് പരിചയവും ബന്ധവും ഒക്കെ ഉള്ള ആളാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ നന്മകൾ പറയണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. പൊതുവെ ആളുകളെക്കുറിച്ച് പറയുമ്പോൾ നന്മകൾ മാത്രമേ പറയാൻ പാടുള്ളൂ. തിന്മകൾ, തെറ്റുകൾ യഥാർത്ഥത്തിൽ ഉദ്ധരിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. തെറ്റുകൾ പറയുന്നത് ആ വ്യക്തിയെ അപഹസിക്കുകയും മാനം കെടുത്തുകയും ചെയ്യാനും ആരെങ്കിലുമൊക്കെ ആ തെറ്റുകൾ മാതൃകയാക്കാനുമൊക്കെ ആയിപ്പോകും എന്നതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന വ്യക്തികളുടെ തന്നെ കേടുപാടുകൾ, ന്യൂനതകൾ പറയാൻ പാടില്ല. മരിച്ചാൽ ഒരു കാരണവശാലും ഒരാളുടെ അപാകതകൾ പറയണം, നന്മകൾ പരമാവധി കണ്ടെത്തി പറയണം. ചില ആളുകൾക്ക് ഒരുപക്ഷെ നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള കാഴ്ചയിൽ നന്മകൾ ഉണ്ടാകില്ല, അല്ലെങ്കിൽ നന്മകൾ കുറവായിരിക്കും. എന്നാൽ അത്തരക്കാരെക്കുറിച്ച് നമുക്ക് വല്ലതും പറയാൻ അവസരമുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെക്കുറിച്ച് അന്വേഷിച്ച് അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് പറയണം. ഉദ്കൂറും ആയാസിന മൗത്താക്കും, മരണപ്പെട്ട ആളുകളുടെ ഗുണങ്ങൾ, നന്മകൾ പറയണം. മയ്യത്ത് കുളിപ്പിക്കുന്ന ആളും മയ്യത്തിൽ നിന്ന് വല്ല ചീത്ത ലക്ഷണങ്ങളും കണ്ടുപോയാൽ അത് ആളുകളോട് പരസ്യപ്പെടുത്താൻ പാടില്ല. നല്ല ലക്ഷണങ്ങൾ എന്തെങ്കിലും മയ്യത്തിൽ കണ്ടാൽ അത് ആളുകൾക്കിടയിൽ പറയാവുന്നതാണ്. ചീത്ത ലക്ഷണം കണ്ടാൽ പറയാൻ പാടില്ല. അതേസമയം ജനങ്ങൾക്കിടയിൽ തിന്മ പ്രചരിപ്പിക്കുകയും തിന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും പുത്തനാശയത്തിലേക്കോ വിദഗ്ധത്തിലേക്കോ തെമ്മാടിത്തരത്തിലേക്കോ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടി ജീവിതം ചെലവഴിക്കുകയും ജീവിക്കുകയും ചെയ്ത വ്യക്തിയാണെങ്കിൽ അത്തരക്കാരൻ്റെ മരണസമയത്തോ മരിച്ചതിന് ശേഷമുള്ള വല്ല മോശമായ ലക്ഷണങ്ങളും കണ്ടാൽ അത് പറയാവുന്നതാണ്. ജനങ്ങളെ അത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ, ഇൻദാർ ചെയ്യാൻ, തഹദീർ ചെയ്യാൻ, ഭയപ്പെടുത്താൻ വേണ്ടി പറയാവുന്നതാണ് എന്ന് മഹാന്മാർ പറഞ്ഞു. അലവി ഹാജി നമ്മുടെ കൂടെ നന്മ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ള ആളാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാനതിവിടെ വീണ്ടും എടുത്ത് പറയേണ്ട കാര്യമില്ല, ഒരുപാട് പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച്. ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് ജനങ്ങളെ പ്രചോദിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമൊക്കെ പ്രവർത്തിച്ചു. സംഘടനയായിട്ടും പള്ളിയായിട്ടും മദ്രസയായിട്ടും സ്ഥാപനങ്ങളായിട്ടും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും പ്രവർത്തിച്ചു. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ പറഞ്ഞു, മർക്കസിന് പണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ടാർഗറ്റ് 1 ലക്ഷം പൂർത്തീകരിച്ചു എന്ന വിവരം വിളിച്ച് പറഞ്ഞിട്ടാണ് ഹാജിൻ്റെ ക്വാറന്റൈനിൽ പോകുന്നത് എന്ന് പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകും. അങ്ങനെ അവസാനം വരെ നമുക്ക് നന്മകൾ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അത്തരക്കാർക്ക് വലിയ പ്രതിഫലമുണ്ട്. ആ കാരണം കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ സ്മരിക്കുന്നത്. പലരും അദ്ദേഹത്തെ സ്മരിക്കുന്നത് ഇവിടെ മാത്രമല്ല, പലയിടങ്ങളിൽ. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ. സൽക്കർമ്മങ്ങൾ ചെയ്യുക, വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ മനസ്സിൽ പ്രത്യേകമായ സ്നേഹം ഒരുക്കി കൊടുക്കും. ജനങ്ങൾക്ക് അവരോട് പ്രത്യേകമായ സ്നേഹമുണ്ടാകും. മരണപ്പെട്ടാലും അവരെ കൃപയോടെ, നല്ല മനസ്സോടെ, ദയാവായ്പോടെ ജനങ്ങളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് യാസീൻ ഓതിക്കൊണ്ടിരിക്കുന്നു.
ദുആ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമുക്കിടയിൽ നന്മ ചെയ്ത വ്യക്തിയായതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ എന്ന് സ്മരിക്കുന്നു, എന്നും സ്മരിക്കും. ഉസ്താദുമാരും തങ്ങന്മാരും ഒക്കെ ദുആ ചെയ്യുമ്പോൾ എല്ലാ ദുആയിലും അത്തരക്കാരായ ആളുകൾ ഉണ്ടാകും. അവരുടെ ഖബറിലേക്ക് എപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. 35 വർഷം ഈ മദ്രസയ്ക്ക് വേണ്ടി സേവനം ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഈ മദ്രസയിൽ എട്ടും പൊട്ടും തിരിയാത്ത നിഷ്കളങ്കരായ മക്കൾ വന്ന് പഠിക്കുന്ന, അല്ലാഹുവിൻ്റെ ഇസ്മു ചൊല്ലി പഠിക്കുന്ന കേന്ദ്രമാണ്. ഇവിടെ പിന്നെ സേവനം ചെയ്ത് ഇതിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളും തുടർക്കാലത്ത് അതിനുവേണ്ടി പ്രവർത്തിക്കാനാണത് പറയുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാം ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഖബറിൽ ശക്തമായ ശിക്ഷ നടക്കുന്നത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അറിയാൻ കഴിയും. അപ്പോൾ അമ്പിയാക്കന്മാർക്ക് അങ്ങനെ ഭൂമിൻ്റെ അടിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നതൊക്കെ അറിയാൻ കഴിയുമല്ലോ, അവരെ മനുഷ്യത്വമുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അറിയാൻ കഴിഞ്ഞു. അവിടെ ശിക്ഷ, വലിയ ശിക്ഷ നടക്കുകയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം കടന്നുപോയി. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം തിരിച്ച് അതേ വഴിയിലൂടെ വരുമ്പോൾ അതേ ഖബർ സ്വർഗപൂങ്കാവനമായതായിട്ടാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അറിയാൻ കഴിയുന്നത്. നേരത്തെ കഠിനമായ ശിക്ഷ നടന്നിരുന്ന ഖബർ ഇപ്പൊ സ്വർഗമായിരിക്കും. എന്തായിരിക്കും ഈ മാറ്റത്തിന് കാരണം? ഈസാ നബി അള്ളാഹുവിനോട് ദുആ ചെയ്തു, അതിൻ്റെ സിർ അറിയിച്ചു തരാൻ വേണ്ടി അള്ളാഹു താല അറിയിച്ചു കൊടുത്തു. അത് ആ മനുഷ്യൻ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്യാത്ത മനുഷ്യനായിരുന്നു. മരണപ്പെടുമ്പോൾ അദ്ദേഹം ഒരു നന്മയും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായി. പിന്നീട് ആ ഭാര്യ പ്രസവിച്ചു. ആ കുട്ടിക്ക് ആ പെണ്ണ് അള്ളാഹുവിൻ്റെ ഇസ്മു ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിൻ്റെ ഇസ്മു ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ എൻ്റെ ഇസ്മു ഭൂമുഖത്ത് വെച്ച് ചെല്ലുന്ന ഒരു കുട്ടിയുടെ ഉപ്പയെ, ആ കുട്ടി ഭൂമിയിലേക്ക് വരാൻ കാരണക്കാരനായ ഉപ്പയെ ഭൂമിക്കടിയിൽ വെച്ച് ശിക്ഷിക്കുന്നതിന് ഇസ്തഹിയൈതു, ഞാൻ അയാളെ ശിക്ഷിക്കണ്ടെന്ന് വെച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു. ഞാനൊരു കിതാബ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ, ഈ കുട്ടി ഉണ്ടാകാൻ കാരണക്കാരനായ പിതാവാണ് എന്നേ ഉള്ളൂ. ഈ മനുഷ്യൻ ആ കുട്ടിക്കൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടോ വളർത്തിയിട്ടോ ഒന്നുമില്ല. എന്നിട്ട് പോലും ആ ഒരു കാരണം കൊണ്ട് അള്ളാഹു അയാളെ ശിക്ഷ ഒഴിവാക്കി അയാൾക്ക് സ്വർഗം കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ, ഈ മദ്രസയ്ക്ക് വേണ്ടി സേവനം ചെയ്ത അലവി ഹാജി അടക്കമുള്ള സേവകന്മാർ സേവനം ചെയ്ത് ഈ മദ്രസ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ എത്ര കൊല്ലം, എത്ര പിഞ്ചു പൈതങ്ങൾ ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി പഠിച്ചിട്ടുണ്ടാകും, അള്ളാഹു എന്ന ഇസ്മു ചൊല്ലി പഠിച്ചിട്ടുണ്ടാകും, എത്ര ഖുർആൻ ഓതി പഠിച്ചിട്ടുണ്ടാകും. അവർക്കൊന്നും തെറ്റ് ചെയ്യാനുള്ള പ്രായമായിട്ടില്ല, അവർക്കൊന്നും പ്രായപൂർത്തിയായിട്ടില്ല. അവരുടെ അമലുകളൊന്നും തള്ളപ്പെടൂല. ഈ തള്ളപ്പെടാത്ത അമല് കാലാകാലം നമ്മുടെ ആഹാരത്തിലേക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വിശദീകരിച്ച് പറയേണ്ട വിഷയമാണ്. പക്ഷെ സമയം വൈകുമെന്നതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾ വിശദീകരിക്കണില്ല. നമുക്ക് ആഹാരത്തിലേക്കുള്ള വലിയ സമ്പാദ്യമാണ് ഇത്. നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ താൽക്കാലികമാണ്. നമ്മുടെ സ്വത്തും സമ്പത്തും ഒക്കെ അത് നമ്മളാണ്ട് മരിച്ചു പോകുമ്പോൾ നമ്മളെ മക്കൾ തല്ലും പൊടി ഉണ്ടാക്കുന്നല്ലാതെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെന്താണോ ആഹാരത്തിലേക്ക് ഒരുക്കി വെക്കുന്നത് അത് കാലാകാലം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഊഹിക്കുകയാണ്, നമ്മൾ മനസ്സിലാക്കുകയാണ്, അല്ല ഇൻഷാ അല്ലാഹ് നമ്മൾ ഉറപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഖബറിൽ അദ്ദേഹം ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടാവും. നമുക്ക് ഇൻഷാ അല്ലാഹ് പറഞ്ഞ് പിന്നെ പറയാനേ പറ്റുള്ളൂ, ഊഹിക്കാനേ പറ്റുള്ളൂ. ഉറപ്പിക്കാൻ നമുക്കാർക്കും, പൂർണ്ണമായി ഉറപ്പിക്കാൻ അല്ലാഹു നമുക്കാർക്കും അധികാരം നൽകിയിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഇന്നയാൾ സ്വർഗത്തിലാണ്, ഇന്നയാൾ സ്വർഗത്തിലാണൊക്കെ. നമ്മൾ അത് പ്രതീക്ഷിക്കുകയാണ്, ലക്ഷണങ്ങൾ കൊണ്ട് പ്രതീക്ഷിക്കുകയാണ്, അമലുകൾ കൊണ്ട് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ അലവി ഹാജിയുടെ ആഖിറം പ്രകാശപൂരിതമായിട്ടുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആക്കിത്തരുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സ്വർഗ്ഗപൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം നയിച്ച പാതയിൽ കൂടുതൽ ആത്മാർത്ഥതയോടെ ഈ ദീനിനു വേണ്ടി, ഇൽമിനു വേണ്ടി, ഖൈറായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തു. ഞാൻ ബഹുമാനപ്പെട്ട തങ്ങൾപ്പാപ്പ പറഞ്ഞു, അൽവിയാജിൻ്റെ അനുസ്മരണം ഉണ്ട്. ഞങ്ങൾ രണ്ടാമത് സുബൈൻ്റെ മുമ്പ് ഒരു ഫംഗ്ഷന് പോയതാണ്. അപ്പോൾ അൽവിയാജിൻ്റെ അനുസ്മരണം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷപൂർവ്വം ഞാനും കൂടെ പോന്നു. നിങ്ങൾ പോരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താണ്, അൽവിയാജിൻ്റെ അനുസ്മരണമല്ലേ, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞാൻ പോകുന്നതാണ്. അള്ളാഹു ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാം മരണസമയം ഈമാൻ നടപടിയായി വയ്ക്കുന്നവർ നമ്മൾ ഉൾപ്പെടുത്തി തരുവാൻ
ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ ഞങ്ങൾ സംസാരിക്കുന്നു. السلام عليكم ورحمة الله وبركاته. والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. പ്രിയപ്പെട്ട അശ്വനിസ്താദ്, മറ്റു പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട കാരണവന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹു സാധുക്കളായ നമ്മെ എല്ലാവരെയും അവർ പൊരുത്തപ്പെടുന്ന അനുഭവങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്യുക. സുദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. ജുമാക്ക് പാനൂർ എത്തേണ്ടതുണ്ട്. നമ്മൾ 8 മണിയായി തുടങ്ങി പോകണം. ഞാൻ മരണപ്പെടുന്ന സമയത്ത് ആ ദിവസവും ഇവിടെ ഉണ്ടായിട്ടില്ല. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ, വാഹിദ് ഹസൻ ഉസ്താദ് പറഞ്ഞതുപോലെ, നമ്മുടെ ഈ കൈതക്കോട് യൂണിറ്റിൻ്റെ എന്നല്ല, മഹലിൻ്റെ എന്നല്ല, നെടിയിരുപ്പ് സർക്കിളിൻ്റെയും കൊണ്ടോട്ടി സോണിൻ്റെയും ഒക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ അനുസ്മരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മദ്രസയുടെ ബ്രാഞ്ച് മേലെ മദ്രസയിൽ അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഒക്കെ ബഹുമാനപ്പെട്ട അലവി ഹാജി എടുത്ത് ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും അതിൻ്റെയൊക്കെ ഫലം അവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമാറാണ്. വളരെ സൗമ്യനായി പുഞ്ചിരി തൂകുന്ന വദനവുമായി പ്രവർത്തന രംഗത്ത് സജീവമായ വ്യക്തിത്വമായി ബഹുമാനപ്പെട്ടവർ. ഇപ്പോൾ മനുസാദ് പറഞ്ഞതുപോലെ മർക്കസിൻ്റെ ഓരോ യൂണിറ്റിൽ നിന്നും ശേഖരിക്കേണ്ട 1 ലക്ഷം ഫണ്ട് അത് ഒരു നിലക്കും കൈകൂടുന്ന കഴിവില്ല എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. വലിയ പ്രയാസം എല്ലാവർക്കും അറിയാമല്ലോ. കൊറോണ എന്ന ഈ വലിയ വിപത്ത് മൊത്തം ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കി വെച്ചു. നമ്മളെ ചെറിയ വിപത്തൊന്നും ഉണ്ടായിരുന്നില്ല. 1 ലക്ഷം ഉണ്ടായിരുന്നില്ല. 59,000 രൂപയോ കൈതക്കോട് യൂണിറ്റിൽ നിന്ന് അത് കഴിയില്ല എന്ന് ആദ്യം പറഞ്ഞത്. വലിയ പ്രയാസമാണ്. പിന്നെ ഓരെന്നെ ഇറങ്ങി നന്നായി പിരിച്ചെടുത്ത് 1 ലക്ഷം പൂർത്തീകരിച്ചു എന്നുള്ള വിവരം ഹജ്ജ് ഹൗസിൽ അലവിഹാജി ലബോറട്ടറിയിൽ പോയി അവിടെ ഇരുന്നുണ്ടായി. ആ സമയത്ത് അറിയിച്ചു പൂർത്തീകരിച്ചിട്ടില്ല. നല്ല സന്തോഷം അറിയിച്ചു. ഇങ്ങനെ ഏത് വിഷയങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച് കാണിച്ചു തന്നവരായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ ഒരു വിജയം തന്നെ മഹത്തായി സംഘടനയുടെ അതുപോലെ ദീനീ പ്രവർത്തനങ്ങളുടെ മഹല്ലത്തിൻ്റെ ജമാഅത്തിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിന്നു എന്നാണ്. ഒന്നും കഴിയില്ല എന്നിടത്ത് നിന്ന് എല്ലാം കഴിയും എന്നതിലേക്ക് പ്രവർത്തകർക്ക് പ്രചോദനമാക്കിയ
നിരവധി പ്രവർത്തനങ്ങൾ അലവിഹാജി കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ കൈതക്കോട് മഹല്ലിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അധികം നിൽക്കാൻ പിടിച്ചത് അലവിഹാജിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളൊക്കെ പ്രവർത്തന രംഗത്ത് സജീവമാക്കി വരുന്നതിന് മുമ്പ് തന്നെ അലവിഹാജി പ്രവർത്തന രംഗത്തുണ്ട്, നേതൃത്വ പദവിയിലുണ്ട്. ഇപ്പോൾ മുസ്ലിം ജമാഅത്തിൻ്റെ സോണിലെ നേതാവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ വല്ല സല്ലാത്തുകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ ദീനി പ്രവർത്തനങ്ങൾ നടത്തി എന്ന കാരണം കൊണ്ട് ആ സല്ലാത്തുകളൊക്കെ അള്ളാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഒരാൾക്ക് വബാഹ് പിടിപെട്ടാൽ ആ വബാഹ് പിടിപെട്ടത് കാരണത്താലാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചതെങ്കിൽ അദ്ദേഹത്തിന് ഷഹീദിൻ്റെ കൂലി ഉണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹാജിക്ക് ആഖിറത്തിലെ ഷഹീദിൻ്റെ കൂലി അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു വലിയ സ്ഥാനം നൽകുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. കൈതക്കോട് നമ്മുടെ ഈ മഹല്ലത്തിൻ്റെ ദീനീ പ്രവർത്തനങ്ങൾക്ക് ഹാജി അവരുടെ വിയോഗം നഷ്ടമാകാതെ ഹാജിയുടെ പാത പിൻപറ്റിക്കൊണ്ട് സജീവമായി ദീനീ പ്രവർത്തന രംഗങ്ങളിൽ സജീവമാകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അത് കണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ ഹാജിക്ക് അല്ലാഹു ഖബറിൽ നൽകുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എനിക്ക് ബാനൂരിലേക്ക് ജുമാക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് ദഹ്ലീലും യാസീനും ഓതിയിട്ട് നമുക്ക് ദ്വാരക്കല്ലേ. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാൽ കുറച്ച് ദഹ്ലീൽ.